ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ SCERT സ്റ്റാൻഡേർഡ് 9 ഓൾഡ് SCERT ചാപ്റ്റർ 7 തരംഗ ചലനം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരംഗ ചലനം എന്ന ചാപ്റ്റർ ശബ്ദവും തരംഗ ചലനവും എന്നാണ്, അതായത് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന തന്നെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ തരംഗ ചലനം എന്നത് നമുക്ക് LP UPയുടെ സിലബസിൽ എടുത്തു തന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റുള്ള PSC സിലബസുകളിലും നമുക്ക് ഒരുപാട് തരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ശബ്ദവുമായി ചേർത്ത് വെച്ച് തന്നെ നമുക്ക് പഠിക്കാവുന്ന ഒരെണ്ണമാണ് തരംഗ ചലനം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം എന്താണ് തരംഗ ചലനം എന്നാണ് പറയുന്നത്. ആദ്യം ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഒരു കുട്ടി കണ്ടാവും, കളിവെള്ളം ഉണ്ടാക്കിയിട്ട് കുളത്തിലിടുകയാണ്, പക്ഷേ ആ കളിവെള്ളം അനങ്ങുന്നില്ല. അപ്പോൾ അത് ചലിക്കാൻ വേണ്ടിയിട്ട് കുട്ടി വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കുകയാണ്. നോക്കി, അപ്പോൾ അതിൻ്റെ നിരീക്ഷണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ്, അതായത് കുട്ടി ആ ജലത്തിൽ കൈയിടുമ്പോൾ അവിടെ വിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഡിസ്റ്റർബൻസ് അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ വേണ്ടി പറ്റുന്നത്. കണ്ടോ, കുട്ടി ആ കൈ തൊടുന്ന ഭാഗത്ത് അവിടെ ഒരു ഓളം ഉണ്ടായി, ആ ഓളം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? തരംഗ ചലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? തരംഗ ചലനം എന്ന് പറയുന്നത് എന്താണ്? ഇനി അടുത്തത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ജലകണികകൾ അതതിൻ്റെ സ്ഥാനത്ത് നിന്ന് മേൽപോട്ടും കീഴ്പോട്ടും ചലിക്കുന്നതല്ലാതെ തരംഗത്തിൻ്റെ ചലനദിശയിൽ അവയ്ക്ക് സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല ഈ ഒരു പരീക്ഷണത്തിൽ. അപ്പോൾ മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നൽകുന്ന ഊർജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞാൽ എന്താണെന്ന്? ഈ ജലകണികകൾ അവിടെ ഓളം ഉണ്ടാവുമ്പോൾ അതതിൻ്റെ സ്ഥാനത്ത് നിന്ന് മേൽപോട്ടും കീഴ്പോട്ടും ചലിക്കുന്നുണ്ട്, അല്ലാതെ തരംഗത്തിൻ്റെ ചലന ദിശയിലൊരു സ്ഥാനാന്തരമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാവുന്ന ഊർജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ തരംഗങ്ങൾ ചലിക്കുന്നത് മൂലമാണ്. തരംഗ ചലനത്തിൽ മാധ്യമത്തിലെ ഒരു കണികയ്ക്ക് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്ന് തുടർന്നും കൈമാറിക്കൊണ്ട് എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ്. ഓക്കെ, അതിനെയാണ് തരംഗ ചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെയാണ്. നോക്കിയോ, ഇവിടെ ഡെഫിനിഷൻ പോലെ തന്നിട്ടുണ്ട്. തരംഗ ചലനം എന്താണെന്ന്. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. നോക്കിയേ, കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം, ആ മാധ്യമത്തിന് സ്ഥാനാന്തരം ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ ആ മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാവുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തരംഗങ്ങളുടെ ചലനം മൂലമാണ്. അതിനെയാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരംഗങ്ങൾക്കുള്ള ഉദാഹരണമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജല ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, ഇപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ കണ്ടത്. അതുപോലെ റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ഇതൊക്കെ നമുക്ക് തരംഗങ്ങൾക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളവ, നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അല്ലേ? കഴിഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ നമ്മൾ ചെയ്തതാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളവ, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തവ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതാണ് ഈ 4 നമുക്കവിടെ തന്നതിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തത് ഏതാണ്? മാധ്യമം ആവശ്യമില്ലാത്ത പ്രകാശ തരംഗം അല്ലേ? പ്രകാശ തരംഗത്തിന് എന്ത് വേണ്ട? മാധ്യമം വേണ്ട. അതുപോലെ റേഡിയോ തരംഗം എന്ത് വേണ്ട? മാധ്യമം വേണ്ട. നമ്മൾ പറഞ്ഞു വൈദ്യുത കാന്തിക തരംഗമാണ് റേഡിയോ തരംഗം എന്ന് പറയുന്നത്. റേഡിയോ തരംഗം എന്നത് ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. അതുപോലെ പ്രകാശ തരംഗം എന്ന് പറയുന്നതും എന്താണ്? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗമാണ്. ഇനി സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങൾ ഏതൊക്കെയാണ്? ശബ്ദ തരംഗം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? ഒരു മാധ്യമം ആവശ്യമാണ്. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, അതിനൊക്കെ എന്ത് വേണം? സഞ്ചരിക്കാൻ മാധ്യമം വേണം. നമ്മൾ സീസ്മിക് തരംഗം പഠിച്ചത് ഓർമ്മയുണ്ടോ? സീസ്മിക് തരംഗം എന്താണ്? സീസ്മിക് തരംഗത്തിന് ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന വേവ്സ് ആണ് സീസ്മിക് വേവ്സ്. അപ്പോൾ അതിന് സഞ്ചരിക്കാനും എന്ത് വേണം? മാധ്യമം വേണം. പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു റിവിഷനായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് റിവിഷനായിട്ട് കാണുക. ഇനിയും യാന്ത്രിക തരംഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? യാന്ത്രിക തരംഗങ്ങൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അതിൽ അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അനുപ്രസ്ഥ തരംഗത്തിന് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് എന്ത്? അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ.
ഓൾറെഡി പഠിച്ചതാണേ. അപ്പോൾ നമുക്ക് റിവിഷനായിട്ട് കാണാം. ഇവിടെ എക്സ്പെരിമെൻ്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ഒന്നും നമ്മൾ നോക്കുന്നില്ല, കാരണം ഓൾറെഡി നമുക്കിത് അറിയാം കാര്യങ്ങൾ അല്ലേ. അപ്പം മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് തരംഗങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തരംഗങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. നോക്കാം. തരംഗങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണ്? ആയതി, ആവൃത്തി, പറഞ്ഞത് ഓർക്കുന്നോ? പിന്നെ തരംഗ ദൈർഘ്യം, പിന്നെന്താണ്? പിരീഡ്. ആവൃത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. പിന്നെ ഉള്ളൊരു പോയിന്റ് ഏതാണ്? തരംഗവേഗം ഒരു പോയിന്റാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എന്താണ്? തരംഗ ദൈർഘ്യം മറ്റൊരു പോയിന്റാണ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് തരംഗങ്ങളുടെ സവിശേഷതകൾ? തരംഗങ്ങളുടെ സവിശേഷതകളായി നമുക്ക് എന്തൊക്കെ പറയാം? ആയതി, ആവൃത്തി, പിന്നെ പിരീഡ്, തരംഗ ദൈർഘ്യം, തരംഗവേഗം എന്നിവ തരംഗങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അപ്പോൾ എന്താണ് ആയതി എന്ന് പറയുന്നത്? നമ്മൾ ആ ഊഞ്ഞാലിൻ്റെ കേസ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഊഞ്ഞാലിൻ്റെ തുലന സ്ഥാനത്ത് നിന്ന് അത് ആട്ടം തുടങ്ങുമ്പോൾ, ടു ആൻഡ് ഫ്രോ മോഷൻ, ഓസിലേഷൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മാക്സിമം ആയതിയിലേക്ക് പോകും അല്ലേ. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് എന്ത്? ആയതി എന്ന് പറയുന്നത്. ആയതിയെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതിയെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി തരംഗ ദൈർഘ്യം എന്താണെന്ന് നോക്കാം. എന്താണ് തരംഗ ദൈർഘ്യം? മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ് തരംഗ ദൈർഘ്യം. തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗ ദൈർഘ്യം. ഓക്കെ. ഇനി അനുപ്രസ്ഥ തരംഗത്തിനും അനുദൈർഘ്യ തരംഗത്തിലും തരംഗ ദൈർഘ്യം കണക്കാക്കുന്നത് എങ്ങനെ? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതിനി വരുന്ന പേജുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി പിരീഡ് എന്താണെന്ന് നോക്കാം. പിരീഡ് തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാനെടുക്കുന്ന സമയമാണ് തരംഗത്തിൻ്റെ പിരീഡ്. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാനെടുക്കുന്ന സമയത്തിനെയാണ് പിരീഡ് എന്ന് പറയുന്നത്. പിരീഡിനെ ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ്. ഓൾറെഡി പഠിച്ച കാര്യമായതുകൊണ്ടാണ് ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാത്തത്. അടുത്തത് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തി കാണുന്നത് എങ്ങനെയാണ്? ആവൃത്തി എഫ് ഇസ് ഈക്വൽ ടു കമ്പനങ്ങളുടെ എണ്ണം ബൈ കമ്പനങ്ങൾ ഉണ്ടാകാനെടുത്ത സമയം. ആവൃത്തി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചതാണ് ഈക്വേഷൻസ് ഒക്കെ അല്ലേ. എന്താണ്? കമ്പനങ്ങളുടെ എണ്ണം ബൈ സമയമാണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു 1/t എന്ന് എഴുതാം. ആവൃത്തിയും പിരീഡും പരസ്പരം ബന്ധപ്പെടുത്തി എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു 1/t എന്ന് പറയുമ്പോൾ എന്താണ്? സമയം കൂടുതലാണെങ്കിൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ, സമയം കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീക്വൻസി എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ആവൃത്തി യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്. ഇനി അടുത്തത് തരംഗ വേഗം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് വേവ്. ഓക്കെ. അപ്പോൾ തരംഗ വേഗം കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇക്വേഷൻ? തരംഗ വേഗം കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ്? എസ് ഈക്വൽ ടു d/t എന്നുള്ളതാണ്. എസ് ഈക്വൽ ടു d/t എന്നാണ് ഇക്വേഷൻ. വേഗം ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് ഇക്വേഷൻ. ഓക്കെ. ഒരു പീരീഡ് അല്ലെങ്കിൽ ടി സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യത്തിന് ഗ്രീക്ക് അക്ഷരമായിട്ടുള്ള ലാംഡ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തരംഗ വേഗം ഈക്വൽ ടു ലാംഡ ബൈ ടി, അതായത് വി ഈക്വൽ ടു എഫ് ലാംഡ എന്നൊരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്കിവിടെ അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഒരു പ്രത്യേക സമയത്തുള്ള ഗ്രാഫിക് ചിത്രീകരണമാണ് തന്നിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ദൂരവും വൈ ആക്സിസിൽ സ്ഥാനാന്തരവുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഇതിൽ വേവ്സ് പോകുന്നത് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വേവ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനിയും
ഇത് അനുപ്രസ്ഥ തരംഗമാണ്. ഇനി അനുദൈർഘ്യ തരംഗമാണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദൈ വരച്ച് കാണിക്കുന്ന പോലെ ഇവിടെ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമാണ് അനുദൈർഘ്യ തരംഗത്തിൽ ഉണ്ടാവുന്നത് അല്ലേ? നിങ്ങളെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇതിൽ എത്ര ശൃംഗങ്ങളും ഗർത്തങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ശൃംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്നിരിക്കുന്ന ഭാഗമാണ്. ഉയർന്നിരിക്കുന്ന ഭാഗമാണ് ഇവിടെ ശൃംഗം. ഇനി നമുക്ക് താഴ്ന്നിരിക്കുന്ന ഭാഗത്തെ ഗർത്തമെന്നും വിളിക്കാം. അപ്പോൾ ഇവിടെ എത്ര വേവ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്ന 4 മീറ്റർ വരെയുള്ളത് ഒരു വേവാണ്. അടുത്തത് മറ്റൊരു വേവ് 8 മീറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ ചിത്രത്തിൽ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ 4 വരെ കാണിച്ചിട്ടുള്ളത് ഒരു വേവാണ് അല്ലേ? ഒരു വേവാണ്. സെക്കൻഡ് വേവ് നോക്കിക്കോളൂ. ജസ്റ്റ് നോക്കുക. സെക്കൻഡ് വേവ് വരുന്നത് ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നതാണ് സെക്കൻഡ് വേവ് അല്ലെ? 8 മീറ്റർ വരെയുള്ളത് സെക്കൻഡ് വേവാണ്. ഇനി തേർഡ് വേവ് കണ്ടോ, 12 മീറ്റർ വരെ യെല്ലോ കളറിൽ കാണിക്കുന്ന തേർഡ് വേവാണ്. ഇനി ഫോർത്ത് വേവിൻ്റെ ഹാഫ് വരെയുള്ളൂ അല്ലേ? ഒരു വേവ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിനൊരു ശൃംഗവും ഒരു ഗർത്തവും വേണമല്ലോ. അപ്പോൾ ആ ഒരു ശൃംഗം മാത്രമേ അവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് എത്ര വേവ്സ് ഉണ്ട്? 3 വേവ്സ് ആണ് അവിടെ ഉള്ളത് ആണല്ലോ. ഇനി ഇതിൽ ശൃംഗങ്ങൾ ഏതൊക്കെയാണ്, ഗർത്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശൃംഗം എന്ന് പറയുമ്പോൾ ആ ഉയർന്നിരിക്കുന്ന ഭാഗത്തെ അല്ലേ ശൃംഗം എന്ന് പറയുന്നത്? എ, ഇ, ഐ, എം എന്നിവ ഈ ഒരു തരംഗത്തിൽ ശൃംഗങ്ങളാണ്. ഇനി ഗർത്തങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, സി, ജി, ഇ എന്നിവ ഗർത്തങ്ങളുമാണ്. ഇനി നമുക്കിവിടെ 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിലുണ്ടായ ഒരേ ആയതിയിലുള്ള 2 തരംഗങ്ങളുടെ ഗ്രാഫിക് ചിത്രീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടോ, 2 ടൈപ്പ് തരംഗങ്ങളാണ്. രണ്ടും അനുപ്രസ്ഥ തരംഗങ്ങൾ തന്നെയാണ്. എന്താണ്? ശൃംഗങ്ങളുണ്ട്, ഗർത്തങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണ്. ആദ്യത്തെ ഗ്രാഫിൽ നമുക്ക് എക്സ് ആക്സസിൽ ദൂരവും രണ്ടാമത്തേൽ സ്ഥാനാന്തരമാണ് തന്നിട്ടുള്ളത് അല്ലേ? എക്സ് ആക്സസിൽ രണ്ടിലും അങ്ങനെ തന്നെയാണ് ദൂരം, വൈ ആക്സസിൽ സ്ഥാനാന്തരമാണ്. അപ്പോൾ ആദ്യത്തെ ഗ്രാഫിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വേവ് ഉണ്ടായിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഒരു വേവ് എന്ന് പറയുമ്പം ആദ്യത്തെ ഒരു ശൃംഗവും രണ്ടാമത്തെ ഒരു ഗർത്തവും ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഗ്രാഫിൽ ഒരു വേവ് ഉണ്ടായിട്ടുള്ളത് 4 മീറ്റർ കൊണ്ടാണ് അല്ലേ? ആ വേവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, വേവ് ലെങ്ത്. അങ്ങനെ 4 മീറ്ററുള്ള എത്ര വേവ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്? ഒന്നാമത്തേത് 4 മീറ്റർ വരെ. രണ്ടാമത് 8 മീറ്റർ വരെ ആകുമ്പോഴേക്കും അടുത്തൊരു വേവ്. പിന്നീട് 12 മീറ്റർ വരെ ആകുമ്പോഴേക്കും മറ്റൊരു വേവ്. അങ്ങനെ 3 വേവ്സാണ് ആദ്യത്തെ ഗ്രാഫിൽ അല്ലേ? ഇനി രണ്ടാമത്തെ ആ ഒരു ഗ്രാഫിലേക്ക് വരുമ്പോഴോ അവിടെ നമുക്ക് 0 മുതൽ 2 വരെ ആകുമ്പോഴേക്കും അവിടെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കണ്ടോ, ലാംഡ എന്ന് കാണിച്ചിരിക്കുന്നത് 2 മീറ്റർ ആണ്. 2 മീറ്റർ ആണ് രണ്ടാമത്തെ ചിത്രത്തിൽ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മാർക്ക് ചെയ്തത് കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 2 മീറ്റർ വീതമുള്ള എത്ര വേവ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ നോക്കിയേ. 2 മുതൽ 4 വരെ, 4 തൊട്ട് 6, 6 to 8, 8 to 10, 10 to 12 അങ്ങനെ വേവ്സ് പോകുന്നുണ്ട് അല്ലേ? അതായത് വേവ്സ് അവിടെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ 4 മീറ്റർ ആയപ്പോഴേക്കും ഒരു വേവേ ഉണ്ടായിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? 4 മീറ്റർ ആയപ്പോഴേക്കും ഒറ്റൊരു വേവേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. രണ്ടാമത്തേതിലാണെങ്കിലോ 4 മീറ്റർ ആയപ്പോഴേക്ക് 2 വേവ്സ് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ആദ്യത്തെ ഒരു വേവ് 2 മീറ്റർ, സെക്കൻഡ് ഒരു വേവ് 4 മീറ്റർ. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ 4 മീറ്റർ ആയപ്പോഴേക്ക് 2 വേവ് ഉണ്ടായി. അപ്പോൾ ചോദ്യം എന്താണ്? ഇതിൽ ഒന്നാമത്തെ തരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യം എത്രയാണ്? 4 മീറ്റർ അല്ലേ? 4 മീറ്റർ ആണ്. രണ്ടാമത്തേതാണെങ്കിലോ രണ്ടാമത്തെ വേവിൻ്റെ തരംഗ ദൈർഘ്യം 2 മീറ്റർ അല്ലേ? കണ്ടോ. ഇനി അടുത്ത ചോദ്യം, ഏത് തരംഗത്തിനാണ് തരംഗ ദൈർഘ്യം കൂടുതൽ? തരംഗ ദൈർഘ്യം കൂടുതൽ ആദ്യത്തെ വേവിനാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഫ്രീക്വൻസി കൂടുതൽ ഏതിനാണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ 4 മീറ്റർ ആയപ്പോഴേക്ക് 2 വേവ്സ് അവിടെ ഉണ്ടായി. കണ്ടോ നിങ്ങൾ? അപ്പോൾ അവിടെ ആവർത്തിക്കപ്പെടുന്നതാണല്ലോ ആവൃത്തി. അപ്പോൾ ആവൃത്തി കൂടുതൽ രണ്ടാമത്തെ ചിത്രത്തിലും അതുപോലെ തരംഗ ദൈർഘ്യം കൂടുതൽ ആദ്യത്തെ ചിത്രത്തിലുമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? തരംഗ ദൈർഘ്യം കുറവ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറയും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 2 ചിത്രം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലാണ്, ആദ്യത്തെ ചിത്രത്തിലോ ഫ്രീക്വൻസി കുറവാണ്. അവിടെ തരംഗ ദൈർഘ്യമാണ്. തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, തരംഗ ദൈർഘ്യവും ആവൃത്തിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആദ്യത്തെ ചിത്രത്തിൻ്റെ വേവ് ലെങ്ത് കണ്ടോ കൂടുതലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ലാംഡയുടെ ആ ഒരു വേവിൻ്റെ ലെങ്ത് കണ്ടോ കുറവാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പറഞ്ഞത്
തരംഗദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കുറയും എന്ന കാര്യം ഓർക്കുക. എഫ് പ്രൊപ്പോർഷണൽ ടു 1/λ. എഫ് പ്രൊപ്പോർഷണൽ ടു 1/λ. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആയോ ഈ പോയിന്റ്? ആണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കാം. ഇതിൽ നിന്ന് സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയും എന്ന് മനസ്സിലാക്കാം. അതായത് ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എഫ് ഈക്വൽ ടു 1/λ എന്ന്. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യങ്ങൾ? ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ കുറിച്ചാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞില്ലേ, സ്പ്രിങ് ഇങ്ങനെ വലിച്ചു വിടുന്നു. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗത്തുണ്ടാവുന്ന ഊർജ്ജം സ്പ്രിങ്ങിൻ്റെ മറ്റേ ഭാഗത്തേക്ക് തരംഗങ്ങളുടെ രൂപത്തിലാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ അനുദൈർഘ്യ തരംഗത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന ഇനം തരംഗങ്ങളെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ക്ലിയർ ആയോ? അനുദൈർഘ്യ തരംഗങ്ങൾ ഇവയിൽ എന്തുണ്ടാവുന്നുണ്ട്? ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഓർക്കുന്നോ നിങ്ങൾ? ഓക്കെ, ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഉണ്ടാവുന്നത് അനുദൈർഘ്യ തരംഗങ്ങളിലാണ്. കണികകൾ തരംഗത്തിന്റെ പ്രേഷണദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഉണ്ടാവുന്നു. അതായത് മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ഈ സ്ലിംഗ് ഇങ്ങനെ വലിച്ചു വിട്ടപ്പോൾ എന്താ ഉണ്ടായത്? ഇവിടെ ഉച്ചമർദ്ദ മേഖലയും ഉണ്ടായി, അതുപോലെ നീചമർദ്ദ മേഖലയും ഉണ്ടായിട്ടുണ്ട് അല്ലേ. മർദ്ദ വ്യതിയാനം ഉണ്ടാവുന്നത് അനുദൈർഘ്യ തരംഗത്തിലാണെന്നുള്ളത് ഓർക്കുക. ഇനി ഇതേ ഇവിടെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു കാര്യം നമ്മുടെ ചെവിയിലേക്ക് എത്തി നമ്മൾ കേൾക്കുന്നത്? ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് അതിൻ്റെ ചുറ്റുമുള്ള വായുവിൽ എന്ത് ചെയ്യും? ദ്രുതഗതിയിലുള്ള മർദ്ദ വ്യതിയാനങ്ങളൊക്കെ സൃഷ്ടിക്കും. അപ്പോൾ ഈ മർദ്ദ വ്യതിയാനങ്ങൾ കണ്ട് ഇവിടെ ഉച്ചമർദ്ദ മേഖലയും ന്യൂനമർദ്ദ മേഖലയും ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് അത് ചെവിയിലേക്ക് എത്തും. അപ്പോൾ ഈ ചെവിയും എന്ത് ചെയ്യും? അതേ കമ്പനത്തിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ടാണല്ലോ നമുക്ക് ആ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്. എന്നിട്ട് ടിംബാനം വൈബ്രേറ്റ് ചെയ്ത് പിന്നീട് ആ ഒരു ഹിയറിങ്ങിൻ്റെ ആ ഒരു അനുഭവം തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കേൾവി എന്ന അനുഭവം സാധ്യമാവുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളാണ്. ഇനി അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കാം. ഈ ഒരു ടേബിൾ നോക്കിക്കേ. ഇവിടെ ആദ്യം തന്നെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. അനുപ്രസ്ഥ തരംഗത്തിൻ്റെയും അനുദൈർഘ്യ തരംഗത്തിൻ്റെയും പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. അനുപ്രസ്ഥ തരംഗമാണെങ്കിൽ അവിടെ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തുണ്ടാവുന്നു? ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാവുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ്സിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുപോലെയാണെങ്കിൽ അനുദൈർഘ്യ തരംഗത്തിൽ എന്താ ഉണ്ടാവുന്നത്? ഉച്ചമർദ്ദ മേഖലയും അതുപോലെ നീചമർദ്ദ മേഖലയും ആണ് ഉണ്ടാവുന്നത്. ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ഉണ്ടാവുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. അനുപ്രസ്ഥ തരംഗങ്ങളിൽ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണദിശയ്ക്ക് ലംബം, ഈ ഒരു വാക്ക് ഓർത്ത് വയ്ക്കണം, മാറിപ്പോകരുത്. ഇനി അടുത്തത് അനുദൈർഘ്യ തരംഗത്തിലാണെങ്കിൽ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമാണ് അനുദൈർഘ്യ തരംഗത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അനുപ്രസ്ഥ തരംഗത്തിൽ എന്താ ഉണ്ടാവുന്നത്? നിങ്ങൾ പറയൂ. ശൃംഗങ്ങളും ഗർത്തങ്ങളുമാണ് ഉണ്ടാവുന്നത് അല്ലേ. ശൃംഗങ്ങളും ഗർത്തങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൂടി എഴുതാം. ഇവിടെ ഒരു അനുദൈർഘ്യ തരംഗത്തിന് എക്സാമ്പിൾ ശബ്ദമാണ് അല്ലേ. ശബ്ദം. അപ്പോൾ അനുപ്രസ്ഥ തരംഗത്തിന് എന്താണ് എക്സാമ്പിൾ? പ്രകാശം. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും പോയിന്റ്സ്? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശബ്ദപ്രേഷണത്തിന് എന്താവശ്യമാണ്? ഒരു മാധ്യമം ആവശ്യമാണ്. അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ ശബ്ദവേഗത്തെക്കുറിച്ച് തന്നിട്ടുണ്ട്. ശബ്ദവേഗത്തെക്കുറിച്ചും അതിന് മുമ്പ് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് നോക്കാം കേട്ടോ. അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം. അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യത്തെക്കുറിച്ചാണ്. അടുത്തടുത്ത രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ
മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലമാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കുന്നത്. അനുദൈർഘ്യ തരംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഉച്ചമർദ്ദ മേഖലയുണ്ട്, നീചമർദ്ദ മേഖലയുണ്ട്, വീണ്ടും ഉച്ചമർദ്ദ മേഖല, വീണ്ടും നീചമർദ്ദ മേഖല അല്ലേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ, അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലമാണ് ഇവിടെ ഈ അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം. അല്ലെങ്കിൽ രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം, രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യത്തിൻ്റെ ഈ അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ട് പറയുന്നത്. ക്ലിയറായ? ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ ന്യൂനമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ നീചമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലമാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കുന്നത്. അതേസമയം അനുപ്രസ്ഥ തരംഗമാണെങ്കിലോ രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ ഉള്ള അകലമാണ് തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കുന്നത്. ഓർത്ത് വയ്ക്കാം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം അല്ലേ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുള്ളത് കണ്ടോ. എന്താ അത്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്. മാധ്യമം തന്നിട്ടുണ്ട്, ശബ്ദവേഗം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു നമ്മൾ പഠിച്ചത് ശബ്ദവേഗം. ഇത് 20 ഡിഗ്രി സെൽഷ്യസിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്തായാലും ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ ഫൈനലി വരും. എന്താണ്? മാധ്യമം തന്നിട്ടുണ്ട്, ശബ്ദവേഗം തന്നിട്ടുണ്ട്. അപ്പോൾ മാധ്യമം എന്ന് പറയുമ്പോൾ ഇവിടെ ഖരം, തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല കേട്ടോ, അതാണ്. അപ്പോൾ മാധ്യമം, ഖരം, ദ്രാവകം, വാതകം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അലുമിനിയത്തിൻ്റെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അലുമിനിയം 6420 ശബ്ദവേഗം. അതുപോലെ സ്റ്റീലാണെങ്കിൽ 5941. ശുദ്ധജലം തന്നിട്ടുണ്ട് 1482. കടൽ ജലം 1522. വായു 343. ഹീലിയം 965. ഇത് 20 ഡിഗ്രി സെൽഷ്യസിലെയാണ് കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസിലെ ശബ്ദവേഗമാണ് പഠിച്ചത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഖരം, ദ്രാവകം, വാതകം. അപ്പം ശബ്ദം എന്ന് പറയുന്നത് ഏതൊരു മാധ്യമത്തിലൂടെയും പാസ് ചെയ്തു പോകുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ശബ്ദം കടന്നു പോകുന്നത്, ശബ്ദവേഗത ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? ഖരപദാർത്ഥങ്ങളിലാണ്. നമുക്ക് ഈ ടേബിൾ നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും. അതുപോലെ ഏറ്റവും കുറവുള്ളത് ഏതിലാണ്? വാതകത്തിലാണ്. അത്രയേ ഉള്ളൂ. ഇനി താപനിലയും ശബ്ദവേഗവും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസം ഉണ്ടാവും. ഏതൊരു മാധ്യമത്തിലും താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗവും വർദ്ധിക്കും. താപനില കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയും കൂടും. ഉദാഹരണമായിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. എന്നാൽ വായുവിൻ്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും ശബ്ദവേഗം 343 മീറ്ററും 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 346 മീറ്ററുമായിട്ട് ഉയരും. പോയിന്റ് ഇതാണ്. എന്താണ്? ഏതൊരു മാധ്യമമാണെങ്കിലും താപനില വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? ശബ്ദത്തിൻ്റെ വേഗതയും കൂടും, ശബ്ദവേഗതയും കൂടും. ഓക്കെ, താപനില വർദ്ധിക്കുമ്പോൾ ശബ്ദവേഗത കൂടും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 0 ഡിഗ്രി ആകുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞത്? 0 ഡിഗ്രി സെൽഷ്യസിൽ 331 മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത. അത് 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴോ? 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എത്രയാണെന്നാണ് പറഞ്ഞത്? 346 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും എന്താ? ടെമ്പറേച്ചർ, താപനില കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയും കൂടുന്നു എന്നുള്ളത്. അത്രയാണ് ഈ ഒരു ഭാഗത്തുള്ള പോയിന്റ്. ഇനി നമുക്ക് ശബ്ദത്തിൻ്റെ പ്രതിപതനത്തെക്കുറിച്ച് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അറിയാലോ എന്താണ്? ശബ്ദം മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രകാശ തരംഗങ്ങൾ പ്രതിപദിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശബ്ദ തരംഗങ്ങളും ഇതുപോലെ വസ്തുക്കളിൽ തട്ടി പ്രതിപദിക്കും എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറഞ്ഞു പോകാത്തത്. അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾക്കും ബോറിംഗ് ആവും. അതുപോലെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും കൂടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് ശബ്ദത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുമ്പോൾ മിനുസമുള്ള പ്രതലങ്ങൾ പരിപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായിട്ട് പ്രതിപദിപ്പിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഹാളുകളൊക്കെ അല്ലേ, ഹാളുകളൊക്കെ വളച്ച് നിർമ്മിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹാളുകളിലെ സീലിങ്ങുകളൊക്കെ വളച്ച് നിർമ്മിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന് വേണ്ടിയിട്ടാണ്. ഹാളുകളിലാവുമ്പോൾ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആളുകൾക്കും ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കണം അല്ലേ. അപ്പോൾ റിഫ്ലക്ഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് മിനുസമുള്ള പ്രതലങ്ങൾ പരിപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഹാളുകളുടെ സീലിംഗ് ഒക്കെ മിനുസപ്പെടുത്തി വളച്ച് ബിൽഡ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. ആവർത്തന പ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
അടഞ്ഞിരിക്കുന്ന മുറികളിലോ ഹാളുകളിലോ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാവുന്ന ശബ്ദം ഒരു ശ്രോതാവിലേക്ക് അഥവാ സ്വീകരണിയിലേക്ക് എത്തുന്ന വിധമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഒരാൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിപ്പോൾ ഒരു പ്രതലത്തിൽ പോയി തട്ടി അവിടുന്ന് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് മറ്റൊരു പ്രതലത്തിലേക്ക് പോയി വീണ്ടും റിഫ്ലക്ട് ചെയ്ത്, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പോസിബിൾ ആവുന്നു. അപ്പോൾ പ്രതിപദിക്കുന്ന ശബ്ദം വീണ്ടും വീണ്ടും പ്രതിപദിപ്പിക്കുന്നതിനെയാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതിനെയാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആവർത്തന പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. മെഗാഹോൺ, ഹോണുകൾ, സംഗീത ഉപകരണങ്ങളായിട്ടുള്ള ട്രംപറ്റ്, നാദസ്വരം തുടങ്ങിയവ നിർമ്മിച്ചിരിക്കുന്നത് അവയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ ഒരു നിശ്ചിത ദിശയിൽ മാത്രം സഞ്ചരിക്കത്തക്ക രീതിയിലാണ്. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളിൽ കോണിക്കൽ ആകൃതിയിലുള്ള തുറന്ന ഭാഗം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദന ഫലമായിട്ടുള്ള തരംഗങ്ങളെ ഒരു നിശ്ചിത ദിശയിലേക്ക് നയിച്ച് ഉയർന്ന അളവിൽ കേൾക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ആവർത്തന പ്രതിപദനം നമ്മുടെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ സ്റ്റെതസ്കോപ്പ്, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മിടിപ്പുകളൊക്കെ, പ്രത്യേകിച്ച് ഹൃദയമിടിപ്പൊക്കെ അറിയാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അതിലെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം തന്നെയാണ്. അതുപോലെ ഹാളുകളുടെ സീലിങ്ങുകൾ വളച്ച് നിർമ്മിച്ചിരിക്കുന്നതും എല്ലാം ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഈ സൗണ്ട് ബോർഡ് കണ്ടോ? സൗണ്ട് ബോർഡ് സ്റ്റേജിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വളഞ്ഞ സൗണ്ട് ബോർഡുകളും ആവർത്തന പ്രതിപദനത്തിലൂടെ ശബ്ദത്തെ ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുന്നു. ഗിറ്റാർ, വയലിൻ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളുടെ ബോർഡുകളും സൗണ്ട് ബോർഡുകളായിട്ട് പ്രവർത്തിക്കും. ഇനി നമുക്ക് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്താണെന്നാണ് നോക്കേണ്ടത്. റിവർബറേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഗോൾ ഗുംബസ്, കർണാടക ബീജാപൂരിലെ ഗോൾ ഗുംബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കം, അതിനെയാണ് അനുരണനം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, അനുരണനത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് സിനിമാ തിയേറ്ററിൻ്റെ ചുമരുകളൊക്കെ പരുക്കനായി നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം. അത് ഇവിടെ പറയുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടില്ല ഞാൻ, ഇവിടെ ഇല്ലാതല്ലേ. അപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ ഈ ചുമരുകളൊക്കെ പരുക്കനാക്കിയിട്ടുള്ളത് റിവർബറേഷൻ കുറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ശബ്ദത്തിൻ്റെ മുഴക്കം ഇങ്ങനെ കേട്ടാൽ നമുക്ക് ആ സിനിമ കേൾക്കുമ്പോൾ അതിൻ്റെ ഓഡിയോ കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു മുഴക്കം കുറയാൻ വേണ്ടിയിട്ടാണ് സിനിമാ തിയേറ്ററിൻ്റെ ചുമരുകൾ പരുക്കനാക്കിയിട്ടുള്ളത്. നമുക്കറിയാം എന്ത്, മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിപ്പിക്കുന്നു. അപ്പോൾ ആ പ്രതിപദിപ്പിക്കുന്ന ആ ഒരു എഫക്റ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിനിമാ തിയേറ്ററിൻ്റെയൊക്കെ ചുമരുകൾ പരുക്കനാക്കി പണിതിട്ടുള്ളത് കേട്ടോ. ഇനി ശ്രവണ സ്ഥിരതയെക്കുറിച്ച് നോക്കാം. ശ്രവണ സ്ഥിരത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്താണ്? ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണ അനുഭവം 1/10 സെക്കൻഡ്, അതായത് 0.1 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. ചെവിയുടെ ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. 0.1 സെക്കൻഡ് സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ രണ്ടും ഒരുമിച്ച് കേൾക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത്. ക്ലിയർ ആയ പോയിന്റ്? ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണ അനുഭവത്തിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. അതായത് ഈ കേൾക്കുന്ന ശബ്ദം നമ്മുടെ ചെവിയിൽ 0.1 സെക്കൻഡ് സമയത്തോളം തങ്ങി നിൽക്കും. അപ്പോൾ ഈ തങ്ങി നിൽക്കുന്ന ഈ സമയത്തിന്, ഈ ടൈം ഇൻ്റർവെലിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ശബ്ദം കൂടി നമ്മുടെ ചെവിയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കേൾക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത്. ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാവുന്ന മുഴക്കത്തിനെയാണ് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തിനെയാണ് എന്ത് പറയുന്നത്, അനുരണനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്കോയെ കുറിച്ചാണ് പറയുന്നത്. എക്കോ എന്താണ്? എക്കോ എന്ന് പറയുന്നത് ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്നത് അല്ലേ. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിധ്വനി അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമ്മളൊരു മലയുടെ അടുത്ത് പോയി നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് കേൾക്കും അല്ലെ, പ്രതിധ്വനിയായിട്ട് കേൾക്കും. അതുപോലെ തന്നെ വലിയൊരു ഹാളിൽ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല, ഒരു ഹാളിൽ പോയിട്ട് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എക്കോ നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് നമുക്ക്. ഒരു കതിനവെടി പൊട്ടുന്നതിൻ്റെ പ്രതിധ്വനി 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ കേൾക്കുന്നു.
ഓക്കെ. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗം 340 മീറ്റർ/സെക്കൻഡായി പരിഗണിച്ചാൽ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് പ്രതിപതന തലം എത്ര അകലെയായിരിക്കും? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഒരു കതിനവെടി പൊട്ടുന്നതിൻ്റെ പ്രതിധ്വനി 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ കേൾക്കുന്നു. ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡായി പരിഗണിച്ചാൽ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് പ്രതിപതന തലം എത്ര അകലെയായിരിക്കും? അപ്പോൾ ഇവിടെയാണ് ആ ഒരു സോഴ്സ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ഒരു കതിനവെടി പൊട്ടിയത് എന്ന് ആലോചിക്കുക. കതിനവെടി പൊട്ടിയത് ഇവിടെയാണ്. ഓക്കെ. അപ്പോൾ അതിവിടെ പോയി റിഫ്ലക്റ്റ് ചെയ്തു. ഇതൊരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രതലമാണ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ഡി എന്നിരിക്കട്ടെ. അപ്പോൾ തിരിച്ചും അതിങ്ങോട്ട് വരുമ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു എക്കോ കേൾക്കുന്നത് അല്ലേ? ആ ശബ്ദം 2D സഞ്ചരിക്കണം. 2D എന്ന ദൂരം സഞ്ചരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പ്രതിപതന തലത്തിലേക്കുള്ള ദൂരം ഡി എന്നിരിക്കട്ടെ എങ്കിൽ ശബ്ദം സഞ്ചരിക്കുന്ന ആകെ ദൂരം എന്ന് പറയുന്നത് 2D ആണല്ലോ. നമുക്കറിയാം വേഗം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 1D മാത്രമാണോ? അല്ല, 2D സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ 2D/t എന്ന് വരും. ഇനി 2D/t എന്ന് പറയുമ്പോൾ നമുക്കറിയാം d = ഇക്വേഷൻ കൊണ്ട് മാറ്റി എഴുതാമല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട d അല്ലേ? അപ്പോൾ v = 2D/2 എന്ന് കിട്ടി. അപ്പോൾ ഡിയെ മാത്രം നമ്മളിവിടെ നിർത്തുന്നു. വിയുടെ അടുത്തേക്ക് ഈ ഡിവൈഡ് ചെയ്യാനുള്ള t വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അതുപോലെ 2D ആണ്. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ vt/2 എന്നാവും. അപ്പോൾ v എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 340 ഞാൻ തന്നിട്ടുണ്ട്. ടൈം 1 സെക്കൻഡ് ആണ്. അപ്പോൾ 340/2 എന്ന് പറയുന്നത് 170 മീറ്റർ ആണ് അല്ലേ? 170 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ d എന്ന് പറയുന്നത് 170 മീറ്റർ ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം എന്ന്. ഇവിടെ ജലത്തിൻ്റെ ശബ്ദ വേഗത നമുക്ക് 1482 മീറ്റർ/സെക്കൻഡ് എന്നാണ് തന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ആ ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് 1480 മീറ്റർ/സെക്കൻഡ് ആണ് തന്നിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഏകദേശ വാല്യൂ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. മേളിൽ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. d = vt/2 എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ v എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 1482. ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ് അല്ലേ? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ്ങിൻ്റെ സമയമാണ് 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ് എന്നുള്ളതാണ് ടൈം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 0.1/2 എന്ന് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും ആൻസർ? 741 വരും അല്ലേ? 741 ഇൻറ്റു 0.1 ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 74.1 വരും അല്ലേ? 74.1 മീറ്റർ/സെക്കൻഡ് മീറ്റർ എന്നാണ് വരിക. 74.1 മീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുകൂടി പറയാം കേട്ടോ. മാത്സ് പ്രോബ്ലംസിനൊക്കെ ഡൗട്ടുള്ളവർക്ക് ഒന്നുകൂടി പറയാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? d = v × t/2 എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ v എത്രയാണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ജലത്തിലെ ശബ്ദ വേഗതയാണ് v എന്ന് പറയുന്നത്. അപ്പോൾ 1482 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ്ങിൻ്റെ ടൈമാണ് 1/10 സെക്കൻഡ്. 1/10 സെക്കൻഡ് ആണ്. അപ്പോൾ 0.1 നമുക്കതിനെ എഴുതാം. അപ്പോൾ ഇവിടെ 0.1/2. ഇനി ഇത് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 741 വരും ആണല്ലോ. 741 വരും. അപ്പോൾ 741 ഇൻറ്റു 0.1. അപ്പോൾ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം അല്ലേ? അപ്പോൾ 74.1 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. 74.1. അതിന് നമുക്ക് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് 74 മീറ്റർ എന്ന് എടുക്കാം. ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് 74 മീറ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം എന്നൊരു ടോപ്പിക്കിലേക്ക് പോവാം. അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. ഇവിടെയാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൻ്റെ സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള വലിയ ഹാളുകളുടെ ചുവരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുവരുകൾ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇനി നമുക്ക് മർമ്മഗോപുരത്തെക്കുറിച്ച് നോക്കാം. ലണ്ടനിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിലുള്ള മർമ്മഗോപുരം ശബ്ദ പ്രതിപതനത്തിൻ്റെ മകുടോദാഹരണമാണ്. ഒരു കുംഭഗോപുരത്തിന് താഴെ വൃത്താകൃതിയിലുള്ള ചുമരുകളുടെ പാർശ്വഭാഗത്ത് ഒരു ചെറിയ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ പോലും ഗാലറിക്കകം മുഴുവൻ ആ ശബ്ദം ആവർത്തിച്ചു കേൾക്കാം. ശബ്ദതരംഗങ്ങൾ വൃത്താകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നതാണ് കാരണം.
കർണാടകയിലെ ബീജാപ്പൂരിലുള്ള ഗോൾ ഗുംബസും ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ 2 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് കർണാടകയിലെ ബീജാപ്പൂരിലുള്ള ഗോൾ ഗുംബസ്, മറ്റൊരെണ്ണം എന്താണ്? ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിലുള്ള മർമ്മഗോപുരം എന്നിവയാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുള്ള പോയിന്റ് എന്താണ്? കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്യൂസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. എന്തൊക്കെയാണ്? കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായിട്ട് ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്യൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൾട്രാസോണിക് ശബ്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത്, അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെയുള്ള ആ ഒരു തരംഗ പരിധിക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പുറത്തുള്ള അല്ലെ അതിൽ കൂടുതലുള്ള സൗണ്ടും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത് 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദത്തിനെയാണ് എന്ത് പറയുന്നത്? അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. ഇനി അൾട്രാസോണിക് സൗണ്ടിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ. സർപ്പിൾ ആകൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഈ രീതിയിലുള്ള ആകൃതിയാണ് സർപ്പിൾ ആകൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, സ്പൈറൽ ട്യൂബുകൾ, അതുപോലെ നിയതമായ ആകൃതി ഇല്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ്? വൃത്തിയാക്കേണ്ട വസ്തുവിനെ ഒരു പ്രത്യേക തരം ക്ലീനിങ് സൊല്യൂഷൻ, ഒരു ലായനിയിൽ മുക്കി വയ്ക്കും. എന്നിട്ട് ഈ ലായനിയിലേക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തിവിടും. അൾട്രാസോണിക് തരംഗങ്ങളിലൂടെ ഉയർന്ന തരംഗങ്ങളുടെ ഉയർന്ന ആവൃത്തിയിലുള്ള കമ്പനം മൂലം പൊടിപടലങ്ങളും ഗ്രീസ് പോലെയുള്ള പദാർത്ഥങ്ങളും ഒക്കെ വസ്തുവിൽ നിന്ന് വേർപെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സർപ്പിൾ ആകൃതിയുള്ള കുഴലുകൾ, അതുപോലെ പ്രത്യേകിച്ച് ആകൃതിയൊന്നും ഇല്ലാത്ത യന്ത്രഭാഗങ്ങളുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് ഘടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ക്ലീനിങ് സൊല്യൂഷനിൽ വൃത്തിയാക്കേണ്ട വസ്തുവിനെ ഡിപ്പ് ചെയ്ത് വെക്കും. ഈ ലായനിയിലേക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തിവിടും. അപ്പോൾ ഈ തരംഗങ്ങളുടെ ഉയർന്ന ആവൃത്തിയിലുള്ള കമ്പനം മൂലം പൊടിപടലങ്ങളും ഗ്രീസ് പോലുള്ള പദാർത്ഥങ്ങളൊക്കെ വസ്തുവിൽ നിന്ന് വേർപെട്ട് അത് ക്ലീനായി കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും ഒക്കെ കണ്ടെത്താൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോഹഭാഗത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ലോഹഭാഗത്തിനുള്ളിലൂടെ കടന്ന് ഡിറ്റക്ടറുകളിലേക്ക് എത്തുകയാണ് ചെയ്യുക. അതെവിടെ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഇതൊരു വലിയ ലോഹഭാഗമാണ്. അതിനുള്ളിലേക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തിവിടുകയാണ്. ഇതിൻ്റെ മറുതലയ്ക്ക് ഒരു ഡിറ്റക്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ലോഹത്തിനുള്ളിലൂടെ കടന്നിട്ട് ഡിറ്റക്ടറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ ലോഹത്തിനുള്ളിൽ എന്തെങ്കിലും വിള്ളലുകളോ പൊട്ടലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഭാഗത്ത് വെച്ചിട്ട് അൾട്രാസോണിക് തരംഗം പ്രതിപതിച്ചു പോകും. അതുകൊണ്ട് തന്നെ അത് ഫൈനലി തിരിച്ചങ്ങോട്ട് എത്തില്ല, ഈ ഡിറ്റക്ടറിലേക്ക് എത്തില്ല. അങ്ങനെ എത്താത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനുള്ളിൽ എന്തോ വിള്ളലോ പൊട്ടലോ അങ്ങനെ എന്തോ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ലോഹത്തിനുള്ളിലെ വിള്ളലും പൊട്ടലും ഒക്കെ കണ്ടെത്തുന്നത്. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ പറയുന്നത് എക്കോ കാർഡിയോഗ്രാഫിയെ കുറിച്ചാണ്. അതായത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കാനായിട്ട് കഴിയും. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ആപ്ലിക്കേഷനാണ് അൾട്രാസോണോഗ്രഫി. അതെന്താണ്? വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തര അവയവങ്ങളുടെ ചിത്രമെടുക്കാനും അവയിലെ തകരാറുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയറായോ? അൾട്രാസോണോഗ്രഫി, എക്കോ കാർഡിയോഗ്രഫി, അതുപോലെ വലിയ ലോഹ കഷ്ണങ്ങളിലെ പൊട്ടലുകളും വിള്ളലുകളും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പിന്നെന്താണ് സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, യന്ത്രഭാഗങ്ങൾ അതുപോലെ ഇലക്ട്രോണിക് ഘടകങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് തരംഗം ഉപയോഗിക്കുന്നുണ്ട്.
ഇനി ഈ അൾട്രാസോണോഗ്രഫി നമ്മൾ പറഞ്ഞു വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം അതിൻ്റെയൊക്കെ ആന്തര അവയവങ്ങളുടെ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രതാ വ്യത്യാസമുള്ള ഭാഗങ്ങളിൽ തട്ടിയിട്ട് പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റിയിട്ട് അവയവങ്ങളുടെ ചിത്രം രൂപപ്പെടുത്തുകയാണ്. ഈ ഒരു സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രഫി എന്നാൽ എന്താണ്? ആന്തരിക അവയവങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ചിത്രം എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ എങ്ങനെയാണത്? ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ തരംഗങ്ങൾ എന്ത് ചെയ്യും? വൈദ്യുത സിഗ്നലുകളാക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ചിത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. സോണാറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് സോണാർ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് കേട്ടോ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗപ്പെടുത്തുന്നത്. അറിയാലോ, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. എന്താണ്? ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. നമുക്കൊരു ഇമേജ് തന്നേക്കുന്നുണ്ട്. ഒരു കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോണാറിൽ നിന്ന് ഉത്ഭവിച്ച് കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു വസ്തുവിൽ തട്ടി പ്രതിപദിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളുടെ ചിത്രീകരണമാണ് തന്നിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടോ നിങ്ങൾ? താഴേക്ക് ഒരു ഡി പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷന് വീണ്ടും ഒരു ഡി അല്ലേ? അപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അൾട്രാസോണിക് തരംഗത്തിന്റെ കടൽ ജലത്തിലെ വേഗവും തരംഗം വസ്തുവിൽ തട്ടി തിരിച്ചെത്തുവാനുള്ള സമയവും അറിയാമെങ്കിൽ തരംഗം സഞ്ചരിച്ച ദൂരം കണ്ടെത്താമല്ലോ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തില്ലേ? കതിന വെടി പൊട്ടുമ്പോൾ ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. D=VT/2 എന്നാണ് ആണല്ലോ. അപ്പോൾ ഈ 2 പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ. അപ്പോൾ D=VT/2 എന്താണ്? അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ പറഞ്ഞില്ലേ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 D വരുന്നുണ്ട്. ഇവിടെ ഒരു D, ഇവിടെ ഒരു D. അതാണ് 2D ആയിട്ട് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും പറയാത്തത് കേട്ടോ. D=VT/2 എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. ജല ഉപരിതലത്തിലുള്ള ഒരു കപ്പലിൽ സോണാറിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം കടലിൻ്റെ അടിത്തട്ടിലുള്ള പാറയിൽ തട്ടി 0.5 സെക്കൻഡ്. ഇപ്പോൾ 0.5 സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? T ആണ്. 0.5 സെക്കൻഡ് സമയത്തിന് ശേഷം തിരിച്ചെത്തുന്നുവെങ്കിൽ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളുടെ കടൽ ജലത്തിലെ ശബ്ദവേഗം നമുക്ക് തന്നിട്ടുണ്ട്. V തന്നിട്ടുണ്ട്. എത്രയാണ്? 1522 മീറ്റർ/സെക്കൻഡ് ആണ്. നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും നോക്കാം. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വരും? D=V എത്രയാണ്? 1522 ആണ്. 1522 ഇൻറ്റു എത്രയാ? ടൈം തന്നിട്ടുണ്ട് 0.5 ആണ്. 0.5 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 380.5 മീറ്റർ എന്നാണ് കേട്ടോ. 380.5 മീറ്റർ എന്നാണ് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ക്ലിയർ ആയല്ലോ? ജല ഉപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം കടലിൻ്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടി 0.5 സെക്കൻഡ് സമയത്തിന് ശേഷം തിരിച്ചെത്തുന്നു. ഇവിടെ ടൈം എന്ന് പറയുന്നത് 0.5 ആണ്. അതുപോലെ തന്നെ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. D ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് V=1522 മീറ്റർ/സെക്കൻഡ് എന്ന്. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1522 ഇൻറ്റു 0.5 എന്നുള്ള ടൈം അല്ലേ? VT അല്ലേ? V/T/2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ആൻസർ എത്ര കിട്ടും? 350.5 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇര പിടിക്കുന്ന ഒരു ജീവിയാണ് വവ്വാൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്കോലൊക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി സീസ്മിക് തരംഗങ്ങളും സുനാമിയും. സീസ്മിക്കിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. സീസ്മിക് വേവ്സ് ആൻഡ് സുനാമി. സുനാമിയുടെ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, സുനാമി T സൈലൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? അൾട്രാസോണിക് തരംഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അൾട്രാസോണിക് തരംഗങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫ്രാസോണിക് തരംഗങ്ങളുടെ ആപ്ലിക്കേഷനും അതിൻ്റെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ സീസ്മിക് തരംഗങ്ങളും സുനാമി എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫ്രാസോണിക് സൗണ്ടാണ് പറയാം നമുക്ക്. പ്രകൃതിയിലുണ്ടാവുന്ന സീസ്മിക് തരംഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് ഈ ഒരു ദുരന്തത്തിന് കാരണമായിട്ടുള്ളത്. നേപ്പാളിലെ ഒരു ദുരന്തത്തിൻ്റെ ദൃശ്യമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സീസ്മിക് തരംഗങ്ങൾ കാരണം ഉണ്ടായ നാശനഷ്ടങ്ങളാണിത്. ലോകത്തെ വിവിധയിടങ്ങളിൽ വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് ഭൂകമ്പങ്ങൾ. നോട്ട് ചെയ്യുക. ഭൂകമ്പം, വൻ സ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം,
അതുപോലെ അതൊക്കെ എന്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്? ഈ സീസ്മിക് തരംഗങ്ങളാണ് അതൊക്കെ. അതെല്ലാം ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ്. എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ. ഭൂകമ്പങ്ങൾ, അതുപോലെ വൻ സ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗം ഒരു ഇൻഫ്രാറെഡ് തരംഗമാണ്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് സീസ്മിക് തരംഗങ്ങൾ പുറപ്പെടുന്നത്. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഇവയെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരെ സീസ്മോളജിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്നാണ് കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂകമ്പ മാപിനി രേഖപ്പെടുത്തുന്ന തരംഗങ്ങളുടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, കണ്ടോ? അതുപോലെ ഒരു സീസ്മോഗ്രാഫ് ഉപകരണമൊക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന്, പ്രാഥമിക തരംഗങ്ങളുണ്ട്, പ്രൈമറി വേവ്സ് അഥവാ പി തരംഗങ്ങൾ, സെക്കൻഡറി വേവ്സ് അഥവാ എസ് തരംഗങ്ങൾ, ഇനി ഉപരിതല തരംഗങ്ങൾ. 3 ടൈപ്പ് തരംഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രാഥമിക തരംഗങ്ങളെ നമുക്ക് പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പി തരംഗങ്ങൾ എന്ന് പറയാം. അതുപോലെ സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ്. പിന്നെ തേർഡ് വൺ ഏതാണ്? ഉപരിതല തരംഗങ്ങൾ. അപ്പോൾ 3 ടൈപ്പായിട്ട് നമുക്ക് എന്തിനെ തിരിക്കാം? സീസ്മിക് തരംഗങ്ങളെ തരംതിരിക്കാം. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഏറ്റവും വേഗതയേറിയത് ആർക്കാണ്? പ്രാഥമിക തരംഗങ്ങൾക്കാണ് ഏറ്റവും വേഗത ഏറിയ തരംഗങ്ങൾ എന്ന് പറയുന്നത് പ്രാഥമിക തരംഗങ്ങളാണ്. അതുപോലെ തന്നെ ദ്വിതീയ തരംഗങ്ങൾക്ക് പ്രാഥമിക തരംഗങ്ങളെ അപേക്ഷിച്ച് വേഗത കുറവാണ്. ഒരു ഭൂകമ്പ മാപിനിയിൽ പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും എത്തുന്നതിലുള്ള സമയവ്യത്യാസം ഉപയോഗിച്ച് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം നിർണ്ണയിക്കാവുന്നതാണ്. പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും എത്തുന്നതിലുള്ള സമയവ്യത്യാസം ഉപയോഗിച്ച് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം നിർണ്ണയിക്കാവുന്നതാണ്. ഭൂകമ്പത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നത് സീസ്മോഗ്രാഫിലെ ആയതയുടെ അളവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഭൂകമ്പത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നത് സീസ്മോഗ്രാഫ് ഉപയോഗപ്പെടുത്തിയിട്ടാണെന്ന്. അപ്പോൾ ഈ സീസ്മോഗ്രാഫിലെ ആയതയുടെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭൂകമ്പത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഭൂതലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന റാലെ തരംഗങ്ങൾ, ലവ് തരംഗങ്ങൾ. ഈ 2 തരംഗങ്ങളും എന്താണ്? ഉപരിതല തരംഗങ്ങളാണ് അല്ലെ? ഉപരിതല തരംഗങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് റാലെ തരംഗങ്ങളും അതുപോലെ തന്നെ ലവ് തരംഗങ്ങളും. അപ്പോൾ ഈ 2 തരത്തിലുള്ള ഉപരിതല തരംഗങ്ങൾ കൂടി ഭൂകമ്പം മൂലം ഉണ്ടാകുന്നുണ്ട്. ഉപരിതല തരംഗങ്ങളുടെ വേഗം ദ്വിതീയ തരംഗങ്ങളെക്കാൾ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് പ്രാഥമിക തരംഗങ്ങൾക്കാണ്, അത് കഴിഞ്ഞ് ദ്വിതീയ തരംഗങ്ങൾക്ക്, അതിനുശേഷമാണ് ഉപരിതല തരംഗങ്ങൾ. അപ്പോൾ ഈ ഉപരിതല തരംഗങ്ങളുടെ വേഗം ദ്വിതീയ തരംഗങ്ങളെക്കാൾ കുറവാണെങ്കിലും ഇവയുടെ സഞ്ചരണമാണ് ഭൂകമ്പം മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം. വേഗത കുറവാണെങ്കിലും ഇവനാൾ ഉഷാറാണ്. അപ്പോൾ ഉപരിതല തരംഗങ്ങളുടെ വേഗമാണ് ഈ ദ്വിതീയ തരംഗങ്ങളെക്കാൾ വേഗത കുറവാണ് എങ്കിൽ കൂടിയിട്ടും ഭൂകമ്പം മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് പ്രധാന കാരണക്കാരനാരാണ്? ഈ ഉപരിതല തരംഗങ്ങളാണ്. ത്തിൽ തീവ്ര ഭൂകമ്പങ്ങൾക്ക് സാധ്യത കുറവാണ്. എന്നാൽ ദൂരദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമാകാം. കേരളത്തിന് ദൈർഘ്യമേറിയ കടൽ തീരമുള്ളതുകൊണ്ട് സുനാമി നമ്മളെയും ബാധിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാം, കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഫാക്റ്റാണ്. പുതിയ സർവേ പ്രകാരം നമ്മുടെ കേരളത്തിന്റെ ആകെ കടൽ തീരം എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. 600 കിലോമീറ്റർ. ആദ്യം നമ്മൾ 590 കിലോമീറ്റർ എന്നായിരുന്നു പഠിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ ആകെ കടൽ തീരം പുതിയ സർവേ അനുസരിച്ച് 600 കിലോമീറ്റർ ആണേ. ഓക്കെ, ഇനി നമുക്ക് സുനാമി, നമ്മളുടെ ഇന്ത്യയെ സുനാമി എഫക്ട് ചെയ്ത വർഷം 2004 ഡിസംബർ 26-ന് കൂറ്റൻ സുനാമി തിരകൾ നമ്മുടെ കടൽ തീരത്ത് ആഞ്ഞടിച്ച വിവരം നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സുനാമി ഗുജറാത്ത് തീരത്തൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായതല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴായിരുന്നു. 2004 ഡിസംബർ 26-ന് കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. കടലിനടിത്തട്ടിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം തുടങ്ങിയവയാണ് സുനാമിക്ക് കാരണം. ജാപ്പനീസ് ഭാഷയിൽ നിന്നാണ് സുനാമി എന്ന പേര് ലഭിച്ചത്. സു എന്നാൽ തുറമുഖം എന്നും നാമി എന്നാൽ നീണ്ട തിരമാല എന്നുമാണ് അർത്ഥം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഒന്ന് വായിച്ചു വിട്ടേക്കാം.
ഉൾക്കടലിൽ സുനാമിയുടെ വേഗം മണിക്കൂറിൽ 600 മുതൽ 800 കിലോമീറ്റർ വരെയും തരംഗദൈർഘ്യം 10 മുതൽ 1000 കിലോമീറ്റർ വരെയുമാണ്. ഉൾക്കടലിൽ ആഴതി കുറവായതിനാൽ കപ്പലിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് സുനാമി ഉണ്ടായതായി അനുഭവപ്പെടാറില്ല. തിരമാലകൾ കടൽ തീരത്തോട് അടുക്കുമ്പോൾ തിരമാലയുടെ ഗർത്തം കരയിൽ ഉരസുന്നതിൻ്റെ ഫലമായിട്ട് വേഗവും തരംഗദൈർഘ്യവും പെട്ടെന്ന് കുറയുകയും ആഴതി വർദ്ധിക്കുകയും തീരപ്രദേശം വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. കണ്ടോ, ഉൾക്കടലിലാണെങ്കിൽ എന്താണ്, ആഴതി നമുക്ക് വല്ലാതെ അനുഭവപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പലിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് ഈ സുനാമി ഉണ്ടായതായിട്ട് അനുഭവപ്പെടുകയില്ല. എന്നാൽ തിരമാലകൾ കടൽ തീരത്തോട് അടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? തിരമാലയുടെ ഗർത്തം കരയിൽ ഉരസുന്നതിൻ്റെ ഫലമായിട്ട് വേഗവും തരംഗദൈർഘ്യവും പെട്ടെന്ന് കുറയും. അതുകൊണ്ട് തന്നെ ആഴതി വർദ്ധിക്കുകയും തീരപ്രദേശം വെള്ളത്തിനടിയിലാവുകയാണ് ചെയ്യുന്നത്. സുനാമിയുടെ ഉയരം തീരപ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, കടൽത്തട്ടിൻ്റെ ആഴം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ സുനാമി വേവ്സിൻ്റെ ഉയരം എന്ന് പറയുന്നത് തീരപ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയെയും അതുപോലെ കടൽത്തട്ടിൻ്റെ ആഴത്തെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആഴക്കടലിൽ നിന്ന് തീരത്തേക്ക് എത്തുന്ന സുനാമികൾക്ക് കരയിലെത്തുമ്പോൾ കാര്യമായ ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. അതിനാൽ ആക്രമണത്തിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. തരംഗത്തിൻ്റെ ശൃംഗമാണ് ആദ്യം കരയിലെത്തുന്നതെങ്കിൽ തിരകൾ ഉയർന്നു പൊങ്ങുന്ന അവസ്ഥയിലും തരംഗത്തിൻ്റെ ഗർത്തമാണ് ആദ്യം എത്തുന്നതെങ്കിൽ കടൽ ഉൾവലിയുന്ന അവസ്ഥയുമായിരിക്കും. മനസ്സിലായോ? അതായത് ഈ സുനാമി ഉണ്ടാവുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് കടൽ ഉൾവലിയും അതുപോലെ തന്നെ എന്തുണ്ടാവും? തിരമാലകൾ ഒന്നുകിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കടൽ ഉൾവലിയുന്ന ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ അതൊക്കെ സുനാമിയുടെ ലക്ഷണങ്ങളാണ്. ഇതൊരു ഫിലിമൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ. ഇനി അടുത്തത് ഒരു പോയിന്റ്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി ഒരു പോയിന്റ് എന്ന് പറയുന്നത് സുനാമി മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം. സുനാമി മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനമാണ് DART. ഓക്കെ, ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി, ഇതിൻ്റെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ DARTൻ്റെ ഫുൾ ഫോം എന്താണ്? ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. കടൽ അസ്വാഭാവികമായി പിന്നോട്ട് വലിയുന്നത് കാണുകയാണെങ്കിൽ സുനാമി മുന്നറിയിപ്പായി കരുതണം. അപകടഘട്ടം തരണം ചെയ്തു എന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കണം. രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകകൾ എടുക്കാനായി സമയം പാഴാക്കരുത്. അതുപോലെ സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ വിലയിരുത്താൻ ഭാഗത്ത് നമുക്കൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ചോദ്യം ഇതാണ്: മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. നമുക്കറിയുന്ന ഫാക്റ്റാണത്. എങ്കിൽ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിന്റെ പരിധി എത്രയായിരിക്കും? നമുക്ക് അറിയുന്നത് എന്താണ്? ആവൃത്തിയാണ് അല്ലേ. 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെ എന്ന് പറയുന്നത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? തരംഗദൈർഘ്യം, ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാംഡ കാണാനുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ്? ഒന്ന് സൂം ചെയ്തോട്ടെ. ഓക്കെ, നമുക്കറിയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് V = F ലാംഡ എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം ആണല്ലോ. ഇതിൽ നിന്ന് ലാംഡ കണ്ടുപിടിക്കാൻ ലാംഡ = V/F, ലാംഡ = V/F, ഈ ഇക്വേഷനാണ് നമ്മളോട് പ്രയോജനപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ V എന്ന് പറയുന്നത് ശബ്ദവേഗം 340 മീറ്റർ/സെക്കൻഡ് ആയി പരിഗണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? V എന്ന് പറയുന്നത് എത്രയാണ്? 340 ആണ്. ഇനി ഫ്രീക്വൻസി നമ്മളോട് 2 ഫ്രീക്വൻസികൾ നമ്മൾ പരിഗണിക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ലിമിറ്റ്, ആ പരിധി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഇന്ന ലിമിറ്റ് തൊട്ട് ഇന്ന ലിമിറ്റ് വരെ എന്ന ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി നമുക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണല്ലോ മനുഷ്യൻ്റെ ശ്രവണ പരിധി. അപ്പോൾ ആദ്യത്തെ ആവൃത്തി 20 ഹെർട്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ F എന്ന് പറയുന്നത് 20 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 17 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ F നമ്മൾ 20 ഹെർട്സ് ആയിട്ട് പരിഗണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, നമുക്ക് കിട്ടുന്ന തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത V. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഫ്രീക്വൻസി 20,000 ഹെർട്സ് ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണ്. 20,000 ഹെർട്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ലാംഡ എത്രയായിട്ടാണ് കിട്ടുക? ലാംഡ = V/F ആണ്. ഓക്കെ, V/F ആണ്. ഇവിടെ V എന്ന് പറയുന്നത് 340 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ
340 ഫ്രീക്വൻസി എത്രയായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? 20,000 ഹെർട്സ് ആണ് കേട്ടോ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.017 എന്നാണ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയും മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ചോദ്യം എന്ന് പറയുന്നത് തരംഗദൈർഘ്യത്തിൻ്റെ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീക്വൻസി 20 ഹെർട്സ് ആയിട്ട് പരിഗണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രീക്വൻസി 20 ഹെർട്സ് ആയിട്ട് പരിഗണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 17 മീറ്റർ എന്നാണ്. ആണല്ലോ, 17 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി അതുപോലെ ഫ്രീക്വൻസി 20,000 ഹെർട്സ് ആയിട്ട് പരിഗണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 0.017 മീറ്റർ എന്നാണ്. ഇനി ചോദ്യം എന്താണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.017 മീറ്റർ മുതൽ 17 മീറ്റർ വരെ. ഇതാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഒന്നുകൂടി പറയണോ? നമുക്കറിയുന്ന കാര്യം, മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അത് അതിൻ്റെ എന്താണ്? ആവൃത്തിയാണ്, ഫ്രീക്വൻസിയാണ്. ഓക്കെ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയാണ്. അതായത് ലാംഡയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. വേവ് ലെങ്തിൻ്റെ ലിമിറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശബ്ദവേഗം 340 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഫ്രീക്വൻസി ഈ 20 ഹെർട്സ് എന്നുള്ളത് നമുക്ക് ആദ്യത്തെ ഫ്രീക്വൻസി ആയിട്ടും 20,000 ഹെർട്സ് എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ ഫ്രീക്വൻസി ആയിട്ടും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ലിമിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, ആദ്യത്തെ കേസിൽ V = F ലാംഡ എന്ന ഇക്വേഷനാണ് നമുക്ക് അറിയുന്നത്. അതിൽ നിന്ന് ലാംഡയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ലാംഡ = V/F എന്ന് എടുത്തു. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F1 20 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V എന്ന് പറയുന്നത് 340 ആണ്, F1 20 ഹെർട്സും ആണ്. സോൾവ് ചെയ്യുമ്പോൾ 17 മീറ്റർ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഫ്രീക്വൻസി 20,000 ഹെർട്സ് ആയിട്ട് എടുക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ F2 നമ്മൾ 20,000 ഹെർട്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വീണ്ടും ഇതേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാംഡ കണ്ടെത്തുന്നു. 340/20,000 എന്ന് കിട്ടുന്നു. ഓക്കെ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.017 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഫ്രീക്വൻസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 0.017 to 17 മീറ്റർ. ഇതാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധി. നമ്മളോട് എപ്പോഴും PSC ചോദിക്കാറുള്ളത് മനുഷ്യൻ്റെ ശ്രവണ പരിധിയാണ്. ഇനി നമുക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധി എത്രയാണെന്ന് ചോദിച്ചാൽ 0.017 to 17 മീറ്റർ ആണ് അതിൻ്റെ പരിധി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഒരു കാര്യം നമ്മളോട് പ്രത്യേകം പറയാനായിട്ടുള്ളത്, ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടികളുടെയൊക്കെ ശബ്ദം കേൾക്കാം കേട്ടോ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോ റൂമിൽ നിന്നൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ച് കളയണം. പിന്നീട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ വളരെ റീസെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലും കൂടി കയറി ജോയിൻ ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അതിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാവേ. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ? അപ്പോൾ ഫിസിക്സ് അങ്ങ് ടോപ്പിക്ക് തീരട്ടെ. അപ്പോൾ നമുക്ക് റിവിഷനും ചെയ്ത് അങ്ങ് നമ്മുടെ സ്വന്തം ടോപ്പിക്കാക്കി മാറ്റി വെക്കണ്ടേ ഫിസിക്സിനെ. അപ്പോൾ ടോപ്പിക്സ് കഴിഞ്ഞിട്ട് ഫിസിക്സിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിയുമ്പം തറവായിട്ട് റിവിഷനും, അപ്പോൾ ഈ റിവിഷനോടനുബന്ധിച്ചുള്ള പോൾസൊക്കെ നമുക്ക് ടെലഗ്രാം ചാനലിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം. പിന്നെ അതുപോലെ LP UPക്കോ VFAക്കോ ബെക്കോ LDക്കോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയിട്ട് നമ്മുടെ SCERT സീരീസിൻ്റെ ലിങ്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഏതൊരു എക്സാമിനാണെങ്കിലും SCERT വളരെ ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ് അത്. നമ്മളെടുക്കുന്ന എഫേർട്ടിന് സപ്പോർട്ട് നിങ്ങൾ തരുമ്പോൾ സന്തോഷമാണല്ലോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.